ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് നാളായി നമ്മൾ ഫ്രോക്കിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടല്ലേ. അപ്പം നമുക്ക് ഈ ഫ്രോക്കിനെ കുറിച്ച് പറയാം. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ സ്റ്റിച്ചിങ് ചെയ്യാൻ പോകുന്ന ഫ്രോക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഓണം കളക്ഷനിൽ, അതായത് ട്രഡീഷണൽ ഫ്രോക്കായിട്ട് ആ ഒരു ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാനും പറ്റിയ ഒരു ഫ്രോക്ക് കൂടിയാണ്. വളരെ ഈസിയായി സ്റ്റിച്ച് ചെയ്തെടുക്കാം. വലിയ കോസ്റ്റൊന്നുമില്ല. കോസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 1 മീറ്റർ ക്ലോത്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 3 to 4 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടിയുടെ അളവിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ 1 മീറ്റർ ക്ലോത്തിൻ്റെ ഒരു ചിലവ് മാത്രമേ നമുക്കിതിന് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മീറ്ററിന് 100 രൂപയുള്ള ഒരു ക്ലോത്താണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 350 ആ ഒരു റേഞ്ചിൽ വിൽക്കാം. പിന്നെ അതിൽ ചെയ്യുന്ന വർക്ക് അനുസരിച്ച്, ഹാൻഡ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വാങ്ങാം കേട്ടോ. ഞാനിവിടെ 1 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സാറ്റിൻ സിൽക്ക് പോലെ വരുന്ന പ്രിൻറ്റഡ്, എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ പേരറിയില്ല, എന്നാലും 44 ഇഞ്ച് വീതി വരുന്ന ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യോക്ക് പോർഷനിൽ മാത്രം ഇതിന് ലൈനിങ് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി, നമ്മുടെ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആയി, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഫ്രോക്കിൻ്റെ കൂടി വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഈ ചുരിദാറിൻ്റെ വാങ്ങിയവരൊക്കെ തന്നെയും നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സുകൾ വേണം എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ചയായി ഫ്രോക്കിൻ്റെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് അറിയാവുന്ന ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടേത്. അപ്പോൾ ഞാനത് ഓണത്തിന് മുമ്പേ ആയിട്ടാണ് ആ ക്ലാസ്സുകൾ ലോഞ്ച് ചെയ്തത്. കാരണം നിങ്ങൾക്ക് ഓണത്തിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാനത് ചെയ്തത്. വെരി ബിഗിനേഴ്സിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചുരിദാറിനേക്കാളും നൈറ്റിയേക്കാളും ഒക്കെയും വരുമാനം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഫ്രോക്കിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫ്രോക്കിന് ആവശ്യമായ മെഷർമെൻറ്റിൽ ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് പറയാം. ഇതൊരു സിൽക്ക് പോലത്തെ ക്ലോത്താണ്. അതുകൊണ്ടിപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ക്ലോത്തൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ കോട്ടൺ ലൈനിങ് വെക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ തന്നെയും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ ക്രേപ്പിൻ്റെ ലൈനിങ് ക്ലോത്ത് വാങ്ങിക്കുക. ഞാനിവിടെ കോട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാനൊന്ന് പറയാം. ഇതിൻ്റെ ലെങ്ത്ത്, അതായത് ഈ ക്ലോത്ത് ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്തിൽ നിന്നും മുറിച്ചെടുത്തതാണ്. ഇത് യോക്ക് പോർഷന് വേണ്ടി കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 10.5 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടത് 9 ഇഞ്ചാണ്. ഓക്കെ, ലയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്താണ് ഞാനിവിടെ 10.5 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പം നോർമലി നമ്മൾ കോട്ടൺ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ 10 ഇഞ്ച് എടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ തെന്നുന്ന തരത്തിലുള്ള ഒരു ക്ലോത്ത് ആയതുകൊണ്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും അത് ശ്രദ്ധിക്കുക. ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ട് എടുക്കുക തയ്യൽ തുമ്പ്. അത് കഴിയുമ്പോൾ നമുക്ക് അടിഭാഗം വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാമല്ലോ. ഓക്കെ, ഇതിൻ്റെ വിട്ട് 14 ഇഞ്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് 11 ഇഞ്ചാണ്. തയ്യൽ തുമ്പാണ് ബാക്കി 4 ഇഞ്ച് എടുത്തിരിക്കുന്നത്. 2 സൈഡിലും 2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ മെഷർമെൻറ്റിലുള്ള 2 ക്ലോത്തുകൾ ഫ്രണ്ടും ബാക്കുമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ മെഷർമെൻറ്റിലാണ് ഞാനിവിടെ ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നതൊക്കെ ഈ ലൈനിങ് ക്ലോത്തിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലോത്ത് ഒന്ന് മാറ്റി വെക്കുകയാണ്. അതുപോലെ തന്നെ സ്കേർട്ടിന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്താണിത്. ഇതിൻ്റെ മെഷർമെൻറ്റ് കൂടി ഞാൻ പറയാം. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 14.5, ഏകദേശം 14.5 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് അടക്കമുള്ള മെഷർമെൻ്റ് ആണ് വരുന്നത്. നമുക്കിവിടെ ശരിക്കും ടോട്ടൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 22 ഇഞ്ചോളം ലെങ്ത് വേണം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ. ഓക്കെ, അപ്പോൾ 9 ഇഞ്ച് നമുക്ക് യോക്ക് പോർഷന് കിട്ടും. ബാക്കി 13 ഇഞ്ചാണ് നമുക്ക് ഈ സ്കേർട്ടിന് വേണ്ടത്. അപ്പോൾ ഈ 1.5 ഇഞ്ച് ഞാനിവിടെ തയ്യൽ തുമ്പായിട്ട്, അതായത് അടിഭാഗം മടക്കി തയ്ക്കാൻ വേണം, മുകൾ ഭാഗവും യോക്ക് പോർഷനും കൂടി അറ്റാച്ച് ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് വേണം. അങ്ങനെയാണ് ഞാനിവിടെ 14.5 ഇഞ്ച് എടുത്തിരിക്കുന്നത് ലെങ്ത്. പിന്നെ ഇതിൻ്റെ വിട്ത്ത് ഈ ക്ലോത്തിൻ്റെ വിട്ത്ത് ശരിക്കും 44 ഇഞ്ചാണ്. കണ്ടോ, ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫുൾ 44 ഇഞ്ച് ക്ലോത്തും വിട്ത്തും ഞാനിതിന് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു സിൽക്ക് പോലത്തെ ക്ലോത്ത് ആയതുകൊണ്ട് അല്പം വീതി കൂടിയ ക്ലോത്ത് ആണെങ്കിലും നമുക്ക് ഒതുങ്ങി കിടക്കും. അതേസമയം നിങ്ങൾ ഇതേപോലെ തന്നെ കോട്ടൺ ക്ലോത്ത് ഒക്കെയാണ്, നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിൽ ഒരു 36 ഇഞ്ച് വീതിയൊക്കെ തുണിക്കെടുത്താൽ മതി കേട്ടോ. അപ്പം ഇതേ മെഷർമെൻറ്റിൽ ഒരു പീസ് കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഫ്രണ്ടും ബാക്കുമായിട്ട് 2 പീസ് ക്ലോത്തുകളാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ യോക്ക് പോർഷനിലെ മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ലൈനിങ് ക്ലോത്തും ഞാൻ ആ യോക്ക് പോർഷൻ്റെ സെയിം മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും 2 പീസ് ക്ലോത്ത് ഉണ്ട് കണ്ടോ.
ഫ്രണ്ടും ബാക്കുമായിട്ട് നമുക്ക് 2 പീസ് ക്ലോത്ത് ഉണ്ട്. ഇത് ഞാൻ ദേ കൃത്യം പകുതിയായി ഇങ്ങനെയൊന്ന് മടക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്തായിട്ട് ദേ കണ്ടോ ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷൻ ഓപ്പോസിറ്റ് സൈഡിൽ 4 മുറിഞ്ഞ പോർഷൻ വരും. ലെങ്ത് സെയിം തന്നെയാണ്. അതുപോലെ തന്നെ വിട്ട് വന്നിട്ട് അതിൻ്റെ നേർ പകുതിയായി 14 ഇഞ്ചായിരുന്നു നമ്മൾ എടുത്തത്, ഇപ്പോൾ 7 ഇഞ്ചായി. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി മെഷർമെൻറ്റുകളെല്ലാം കഴുത്ത്, കൈക്കുഴി, ഷോൾഡറൊക്കെ ഇതിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഷോൾഡർ ആദ്യം മാർക്ക് ചെയ്യാമേ. ഷോൾഡർ വന്നിട്ട് 4.75. ഓക്കെ, അതായത് ഈ ഹാഫ് കഴിഞ്ഞൊരു 2 പോയിൻറ്റും കൂടി മാർക്ക് ചെയ്യുന്നു. 4.75 നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. അതായത് 4.25 ഇഞ്ച്. അപ്പോൾ ഇച്ചിരി വണ്ണമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ 5 ഇഞ്ചും എടുക്കാം കേട്ടോ. ഈ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നു. കൈക്കുഴി ഞാനിവിടെ 5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെയാണ് വരുന്നത് ആം ഹോൾ. ഓക്കെ, 5 ഇഞ്ച് മാർക്ക് ചെയ്തു. നമ്മൾ ഈ കൈക്കുഴി മാർക്ക് ചെയ്ത ഇതേ സെയിം പൊസിഷനിലാണ് നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ചെസ്റ്റ് മെഷർമെൻറ്റ് വന്നിട്ട് 23 ഇഞ്ചാണ് വരുന്നത്. ലൂസ് അടക്കമുള്ള അളവാണ് ഞാൻ ഈ പറഞ്ഞത്, 23 ഇഞ്ചെന്ന്. അപ്പോൾ 23 ഇഞ്ച് ചെസ്റ്റ് മെഷർമെൻറ്റ് വരുമ്പോൾ അതിൻ്റെ 4/1 കാണേണ്ടത്. അതായത് 5.25 ഇഞ്ചാണ് ചെസ്റ്റ് മെഷർമെൻറ്റ്. ഇത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നീട്ടി ഈ 5.25 കണ്ടോ, 5.5 കഴിഞ്ഞ് 1-2 പോയിൻറ്റ് ഇവിടെയാണ് ശരിക്കും ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. ഇനിയും ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യുന്നു. ഞാനിവിടെ ഒരു 6.25 1.25 ഇഞ്ചോളം കണ്ടോ തയ്യൽ തുമ്പും കൊടുക്കുന്നു. അത് ഇപ്പോൾ 1 ഇഞ്ച് കൊടുത്താൽ മതി എന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ 1.25 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത്. അപ്പോൾ ഇവിടെ 7 ഇഞ്ചിലും മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ കറക്റ്റ് ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്ന മാർക്കിങ്. ഇനി ഞാനിവിടെ കഴുത്തിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ കഴുത്തിൻ്റെ അകലം ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2.25 കിട്ടും കേട്ടോ. കാരണം ലൈനിങ് വെച്ച് മറിച്ച് തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ചോളം തയ്യൽ തുമ്പായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം കൊടുക്കുന്നത്. ഇനിയും കഴുത്തിൻ്റെ ഇറക്കവും ഞാനിവിടെ 2.25 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. 2.25 എന്ന് പറയുമ്പോൾ ഇവിടം വരെ വരും. 2 കഴിഞ്ഞിട്ട് 2 പോയിൻറ്റ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2.5 ഇഞ്ചോളം ഇറക്കം വരും. ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് കഴുത്തിൻ്റെ ഇറക്കം കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ചെറിയൊരു ഷോൾഡർ സ്ലോപ്പ് കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു 4 ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കഴുത്തിൻ്റെ ഈ ഭാഗത്ത് നിന്നും ഇങ്ങോട്ടേക്ക് ഒരല്പം ചരിച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ വേസ്റ്റ് മെഷർമെൻ്റ് ആണ് കൊടുക്കേണ്ടത്. അതായത് അടിഭാഗത്തെ നമ്മുടെ ആ യോക്കും സ്കേർട്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടുത്തെ വണ്ണമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ വരുന്നത്, അപ്പോൾ ആദ്യം നമുക്ക് ആ വേസ്റ്റ് ഭാഗത്തെ ലെങ്ത് ആദ്യം മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. അപ്പോൾ മുകളിൽ 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാൻ വേണം, താഴെ 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ ഇവിടെ 10 ഇഞ്ചിലാണ്, ഇവിടെ കണ്ടോ 10 ഇഞ്ചാണ് എനിക്ക് വേണ്ട ഈ ലെങ്ത്. ഓക്കെ, ഇത്രയും മതി. നമ്മളത് അല്പം അധികം ഇട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ ഇനി ഇവിടുത്തെ വണ്ണം, ഓക്കെ, ഇവിടുത്തെ വണ്ണം എത്രയാണെന്ന് നോക്കാം. ഇവിടെ വേണ്ടത് ഒന്നുകിൽ ചെസ്റ്റിനേക്കാൾ 1 ഇഞ്ച് കുറച്ചെടുക്കുക. ഇപ്പോൾ അത് അങ്ങനെയല്ല, അല്പം വണ്ണമുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചെസ്റ്റിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെ എടുത്തോളുക, ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ. എന്നിട്ട് ബാക്കിലൊരു ബാക്ക് ബാൻഡും എല്ലാം കൊടുത്താലും മതി. അപ്പോൾ ഇവിടുത്തെ മെഷർമെൻറ്റ് ഞാൻ എടുക്കുന്നത് 23 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ വണ്ണം കുറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ചെസ്റ്റിന് എടുത്തതിനേക്കാൾ 1-2 ഇഞ്ച് കുറച്ചെടുക്കുക. അതല്ല അല്പം ആ വയറുഭാഗത്തൊക്കെ അല്പം വയറുള്ള കുട്ടികളാണെങ്കിൽ ചെസ്റ്റ് തന്നെ എടുക്കാം. അല്ല ചെസ്റ്റിനേക്കാൾ കൂടുതൽ എടുക്കുന്നവരും ഉണ്ട്, എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 5.25 ഇഞ്ച് തന്നെ ചെസ്റ്റിൻ്റെ സെയിം മെഷർമെൻറ്റ് തന്നെ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 6.25 ഇഞ്ച് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നു. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ 2 പോയിൻറ്റ്സ് തമ്മിലൊന്ന് ജോയിൻ ചെയ്യാം. നമ്മളത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരല്പം ചരിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതായത് നേരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഇതേ കണ്ടോ ഈ ഇങ്ങനെ ഒരു ചെറിയൊരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യുക, എന്നാലേ ആ ബോഡിക്ക് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരല്പം ചരിച്ച് കട്ട് ചെയ്യുക. ഇനിയും ഇവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി, ഓക്കെ, ഈ 1/2 ഇഞ്ച് മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ ഒന്ന് ചരിച്ചുകൂടി
കണ്ടോ, ഈ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ചരിച്ചു കൂടി കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ പോർഷനും കഴുത്തിൻ്റെ പോർഷനും കർവ് ചെയ്ത് വരയ്ക്കേണ്ടതുണ്ട്. ഒന്നുകിൽ കൈകൊണ്ട് ചരിച്ച് ഇങ്ങനെ തന്നെ വരയ്ക്കാം, ഇല്ലെങ്കിൽ ഈ കർവ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം. ഇനിയും കഴുത്തിൻ്റെ പോർഷൻ, കഴുത്തിപ്പോൾ സ്ക്വയർ നെക്കായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ റൗണ്ട് ആക്കാം. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് ഇവിടെ ഈ ഷോൾഡർ സ്ലോപ്പ്, ആം ഹോൾ, ഇവിടം ഇങ്ങനെ, ഇവിടെ ദേ ഇങ്ങനെ ചരിച്ചും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പോർഷൻ ഞാൻ ഇപ്പോഴേ കട്ട് ചെയ്യുന്നില്ല, അത് ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതേ കഴുത്തിൻ്റെ ഈ സെൻറ്റർ പോർഷനിൽ ഒരു നോച്ച് കൊടുക്കുക. അതുപോലെ ഈ മിഡിൽ പോർഷൻ ഇവിടെ ഈ സെൻറ്ററിലായിട്ടും ഒരു നോച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട പോർഷനാണ്, അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു നോച്ച് കൊടുക്കുക. നമ്മുടെ ക്ലാസ്സിൽ ഞാനിതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ ഒരു ഫീസിൽ തന്നെയാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇനി നമ്മളിത് നല്ല ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ മെയിൻ ക്ലോത്ത്. അപ്പോൾ ഈ മെയിൻ ക്ലോത്തിൻ്റെ മീതേക്ക്, അതായത് നല്ല സ്ഥലത്തേക്ക്, ഓക്കെ, നമ്മുടെ ഈ ലൈനിങ് ക്ലോത്ത് വെച്ച്, ഇതേ ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ കഴുത്തിൻ്റെ പോർഷനിൽ ഇവിടെ ഓൾറെഡി ഇതേ ഇങ്ങനെ ഒരു മാർക്കിങ് വരും നമ്മൾ വരച്ചതിൻ്റെ. ആ മാർക്കിങ് അങ്ങ് കംപ്ലീറ്റ് ആക്കി നമ്മുടെ പെൻസിൽ കൊണ്ട് വരയ്ക്കുക. ബാക്ക് പീസിലും അതുപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ആ കഴുത്തിൻ്റെ പോർഷൻ ഒന്ന് വരച്ച് തന്നെ എടുക്കുക. കാരണം ഇത് കനം കുറഞ്ഞ തുണി ആയതുകൊണ്ട് നമ്മൾ കഴുത്ത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് തെന്നി മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത്തിരി കട്ടിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് കഴുത്ത് കൂടി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ ലൈൻ ഈ വരച്ചിരിക്കുന്ന ഈ ലൈനില്ലേ, ഇതൊന്നുകൂടി തെളിച്ച് ഈ രണ്ട് ക്ലോത്തിലേക്കും നമ്മൾ വരച്ചതിന് ശേഷം വേണം ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ കഴുത്തിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കൈയുടെ ഈ പോർഷനും ഇങ്ങനെ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഇതുപോലെ മെയിൻ ക്ലോത്തിൽ കഴുത്തിൻ്റെ പോർഷനും കൈയുടെ പോർഷനും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രണ്ട് പീസിൻ്റെ കഴുത്തിൻ്റെ പോർഷനും കൈയുടെ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ വേറൊരു കളർ നൂലിട്ട് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് ഈ കഴുത്തിൻ്റെ ഈ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. കൈയുടെ ഈ പോർഷനും ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗവും കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ബാക്ക് പീസ് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനൊരു കാര്യം കൂടി പറയാനുണ്ട്. സെയിം ഇതുപോലെ തന്നെയാണ് ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കണം, തുണിയുടെ നല്ല ഭാഗത്താണ് നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് വെച്ച് തയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് പീസ് ഇതുപോലെ തന്നെ കഴുത്തിൻ്റെ പോർഷനും കൈയുടെ പോർഷനും കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാനൊരു 2.5 ഇഞ്ച് താഴ്ത്തിയതേ ഒരു താഴേക്കൊരു ലൈൻ വരച്ചിട്ടുണ്ട് കണ്ടോ. ഈ തുണിയുടെ കൃത്യം സെൻറ്ററിൽ നമുക്ക് ബാക്ക് ഓപ്പണിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന വരയുടെ തൊട്ട് ചേർന്ന് ഇവിടെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടം വരെ വന്നിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ താഴേക്ക്, അതായത് ഈ വരച്ചിരിക്കുന്ന വരയുടെ ഒരു പോയിൻ്റ് ഇപ്പുറത്തായിട്ട് വേണം നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക കണ്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ഇങ്ങനെ വന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു പോയിൻ്റ് ഇപ്പുറത്തായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വേണം എടുക്കാനായിട്ട്. പിന്നെ കൈയുടെ 2 പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ഈ കൈയുടെ ഈ പോർഷൻ, കഴുത്തിൻ്റെ ഈ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഈ നമ്മൾ സെൻറ്ററിൽ വരച്ചിരിക്കുന്ന ഈ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇവിടെയും കട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൈയുടെ ഈ പോർഷൻ കട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ ഫ്രണ്ട് പീസിലും കഴുത്തിൻ്റെ പോർഷനും കൈയുടെ പോർഷനും കട്ട് ചെയ്തെടുക്കുക. നമ്മളിത് 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൃത്യമായിട്ട് ഇങ്ങനെ റിവേഴ്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലൈനിങ് ക്ലോത്ത് ബാക്കിലേക്ക് പോകും കണ്ടോ, കൈയുടെ ഈ പോർഷനും കഴുത്തിൻ്റെ ഈ പോർഷനും. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കണ്ടോ കൈയുടെ പോർഷനും കഴുത്തിൻ്റെ പോർഷനും നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരുന്നോളും. തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാതെ കണ്ടോ, സ്റ്റിച്ചിങ് നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് എടുത്തിട്ട് ഒന്ന് അയൺ ചെയ്താൽ നന്നായിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ പോർഷനും റിവേഴ്സ് ചെയ്തെടുക്കുക. ഇവിടെ റിവേഴ്സ് ചെയ്യുമ്പോൾ ബാക്ക് പീസിൽ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ഓപ്പണിംഗ് കൊടുക്കാണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ സ്റ്റിച്ച് ചെയ്ത് പോകാം. അപ്പോൾ ഇത് 2 പീസും നമ്മൾ റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു സിൽക്കി ക്ലോത്ത് ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് പുറമേ ഒരു സ്റ്റിച്ച് കൊടുത്താലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ രണ്ടും റിവേഴ്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന 2-3 മെത്തേഡുണ്ട്. അത് നമ്മുടെ വിശദമായ വീഡിയോസ് നമ്മുടെ ആപ്പിലുണ്ട്. ഓക്കെ, ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ആ വീഡിയോ കൂടി കണ്ടു നോക്കുക. വീഡിയോ ഒത്തിരി ലാഗ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇത് ഷോൾഡർ ഞാനിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.
അപ്പം ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർക്ക് ഞാൻ ഇതിന് തൊട്ട് മുമ്പായിട്ട് ഇതിൻ്റെ അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. സംശയമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇതുപോലെ ഷോൾഡർ ഒട്ടും തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മളിതിൻ്റെ ഷോൾഡറും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതിൻ്റെ കൈയുടെ ഭാഗത്തോ കഴുത്തിൻ്റെ ഭാഗത്തോ ഷോൾഡറിൻ്റെ ഭാഗത്തോ അതുപോലെ ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്തോ ഒന്നും തന്നെ ഒട്ടും തയ്യൽ തുമ്പ് പുറത്ത് കാണാതെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇതിൻ്റെ പുറമേ കൂടി, അതായത് ഈ നെക്കിൻ്റെ ഈ പോർഷനൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ നെക്കിൻ്റെ ഈ പോർഷൻ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. നെക്കിൻ്റെ ഈ പോർഷൻ ഇങ്ങനെ ഇവിടം തൊട്ട് ഈ നമ്മൾ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ലൈനിങ് ക്ലോത്ത് കൂടി പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ എഡ്ജിൽ കൂടി ഈ നെക്കിൻ്റെ പോർഷൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ ഈ ഓപ്പണിങ്ങിൻ്റെ പുറമേ കൂടിയും ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ കൈയുടെ ഈ രണ്ട് കൈയുടെ പോർഷനും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോഴത്തെ നമ്മൾ കണ്ടോ പുറമേ കൂടി സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴുത്തിൻ്റെ പോർഷനൊക്കെ നല്ല പതിഞ്ഞ് തന്നെ ഇരിക്കുന്നുണ്ട്. ഈ ഓപ്പണിങ് അതുപോലെ തന്നെ രണ്ട് സ്ലീവിൻ്റെ പോർഷനും പുറമേ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു ഹുക്ക് അത് കൈകൊണ്ട് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഹുക്കും മയ്യും കൂടി തയ്ച്ച് പിടിപ്പിക്കുക. അടുത്ത് നമ്മൾ സ്കേർട്ടാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിവിടെ നേരത്തെ തന്നെ സ്കേർട്ടിൻ്റെ ക്ലോത്ത് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇതുപോലെ നമ്മൾ സ്കേർട്ടിൻ്റെ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഈ രണ്ട് സൈഡിലുമാണ് പ്ലീറ്റ്സ് കൊടുക്കുന്നത്. സെൻറ്ററിൽ പ്ലീറ്റ്സ് കൊടുക്കാത്ത ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ പോർഷൻ ഫ്രണ്ട് പോർഷനാണ് ഇത്. സ്കേർട്ട് യോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ കൃത്യമായിട്ടൊന്ന് നമ്മൾ മടക്കുക. നമ്മളിവിടെ സെൻറ്റർ പോർഷനിൽ കണ്ടോ. അപ്പോൾ ആ നോച്ച് ഉണ്ടെങ്കിൽ പിന്നെ മടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മളപ്പോൾ നല്ല ക്ലോത്തിൽ കൂടി ആ നോച്ച് കൊടുക്കേണ്ടതുണ്ട് കൃത്യം സെൻറ്റർ ഭാഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഈ സെൻറ്റർ പോർഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ സെൻറ്റർ പോർഷനിൽ നിന്നും നമ്മുടെ ഈ സെൻറ്റർ നമ്മളിത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലോ ഈ നോച്ച് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നോച്ചിൻ്റെ കൃത്യം സെൻറ്റർ ഭാഗത്ത് നിന്നും രണ്ട് സൈഡിലേക്കും ഒരു 2 ഇഞ്ച് വീതം ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിലും ചെയ്യണം കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കേർട്ട് പീസിൻ്റെ ഒരു പീസ് എടുക്കുക. 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിനും ബാക്കിനുമായിട്ട്. അതിൻ്റെയും ഈ ക്ലോത്ത് കൃത്യം 2ആയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെയും സെൻറ്റർ പോർഷൻ നമ്മളൊന്ന് ഇതുപോലെ ഒരു നോച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഈ നോച്ചസ് കണ്ടോ, ഇതിൻ്റെ സെൻറ്റർ ഭാഗവും ഇതിൻ്റെ സെൻറ്റർ ഭാഗവും ടോപ്പിൻ്റെയും സ്കേർട്ടിൻ്റെയും സെൻറ്റർ പോർഷൻ ഇങ്ങനെ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഒരു 2 ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ളവരാണെങ്കിൽ ഇവിടെ ഒരു മുട്ടുസൂചി കൊണ്ട് പിൻ ചെയ്ത് വെക്കാം, സെൻറ്റർ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെച്ചിട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ടോപ്പിൻ്റെ ഈ പോർഷൻ, ഇവിടം തൊട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് പ്ലേറ്റ്സ് ഇങ്ങനെ കൊടുത്ത് പോവാം. അതിപ്പോൾ വലിയ പ്ലേറ്റ്സ് വേണമെങ്കിൽ അങ്ങനെ, ചെറുത് വേണമെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ തുണി നല്ല വീതിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് ധാരാളം പ്ലേറ്റ്സ് കിട്ടും. വളരെ ചെറിയ പ്ലേറ്റ്സ് കൊടുത്താലും നിറയെ പ്ലേറ്റ്സ് നമുക്ക് ഇങ്ങനെ കൊടുത്ത് ഈ ഭാഗത്ത് ഈ സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. ഇതേപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡിലും ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക്. ഓക്കെ, സെൻറ്റർ ഭാഗത്ത് പ്ലീറ്റ്സ് വരുന്നില്ല. ഇങ്ങനെ ഇതേപോലെ പ്ലീറ്റ്സ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എടുക്കാൻ ഇങ്ങനെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ സ്കേർട്ടിൻ്റെയും 2 ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ട് ബാക്കി ബാലൻസ് ക്ലോത്തിൽ ആദ്യമേ തന്നെ സ്റ്റിച്ച് ചെയ്ത് അതായത് ഈ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്താലും മതി. അപ്പോൾ ഈ നല്ല ഭാഗങ്ങൾ ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വെച്ച് വേണം, ഇങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നാൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് വരികയുള്ളൂ. കണ്ടോ, ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം നമ്മളിത് സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനുമായിട്ട് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്ക് പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മീതെ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ തയ്യൽ തുമ്പ മുകളിലേക്ക് പിടിച്ചു വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഇനി നമ്മളിത് ഫ്രോക്ക് തിരിച്ചിട്ടിട്ടുണ്ട്, അക സൈഡാണിത്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഭാഗം തൊട്ട് നമ്മൾ മാർക്ക് ചെയ്തിരുന്നല്ലോ, ഇവിടം തൊട്ട് ഇങ്ങനെ താഴെ വരെയും കൂട്ടി തയ്ക്കുക. സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് വരുമ്പോൾ ഇത്രയും വീതി വേണ്ട കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് വീതി കുറച്ച് ഒരു 1/2 ഇഞ്ച് വീതി തയ്യൽ തുമ്പിട്ട് തയ്ച്ചാൽ മതി. ഇതേപോലെ തന്നെ ഈ മറു സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം അടിഭാഗം
ഒരു ഡബിൾ ഫോൾഡ് കൊടുത്ത് ഇങ്ങനെ മടക്കി തയ്ക്കുക. ഡബിൾ ഫോൾഡ് കൊടുത്ത് മടക്കി തയ്ക്കുകയോ നിങ്ങൾക്ക് ലേസ് വെക്കുകയോ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയോ അങ്ങനെയൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഉടുപ്പിനെ ഭംഗിയാക്കാം. അത് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, 2 സൈഡും തയ്ച്ചിട്ടുണ്ട്, അതുപോലെ അടിഭാഗം മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഫ്ലവറോ ബട്ടർഫ്ലൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാം. അതുപോലെ അടിയിൽ വേണമെങ്കിൽ ലേസ് പിടിപ്പിക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുതൽ ഭംഗിയാക്കാം ഉടുപ്പിനെ. അങ്ങനെ വളരെ ഈസിയായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.